സൈക്കിഡെലിക്സ് ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയുടെ ഏറ്റവും വലിയ നിഗൂഢതകളിലൊന്ന് അല്ലേ? പതിറ്റാണ്ടുകളോളം ആരും ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നോക്കൂ, ശാസ്ത്രലോകത്തും നമ്മുടെയൊക്കെ ഇടയിലും ഇതൊരു വലിയ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ സൈക്കിഡെലിക്സ്? നമുക്ക് ഒരുമിച്ച് ഇതിന്റെ ഉള്ളറകളിലേക്കൊന്ന് യാത്ര പോകാം. ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇതൊക്കെ വെറും അപകടം പിടിച്ച ലഹരിവസ്തുക്കൾ മാത്രമാണോ? അല്ലെങ്കിൽ മനുഷ്യന്റെ ബോധത്തിന് പുതിയ സാധ്യതകൾ തുറന്നുതരാൻ കഴിവുള്ള എന്തെങ്കിലും അത്ഭുതകരമായ ഒന്നാണോ? ഈ വിശകലനത്തിലൂടെ നമ്മൾ ഈ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. നമുക്കിതൊന്ന് ശരിക്കും മനസ്സിലാക്കാനായിട്ട് 4 കാര്യങ്ങളിലൂടെ കടന്നുപോകാം. ആദ്യം, സൈക്കഡലിക് സയൻസിന് എന്തുപറ്റി, എങ്ങനെയാണ് അതിന്റെ വാഗ്ദാനങ്ങൾ നഷ്ടപ്പെട്ടത് എന്ന് നോക്കാം. പിന്നെ നമ്മുടെ തലച്ചോറിനകത്ത് ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാം. അതിനുശേഷം ഇതുപയോഗിക്കുമ്പോഴുണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ച് സംസാരിക്കും. അവസാനം ബോധത്തിന്റെ ഭാവി എന്തായിരിക്കുമെന്ന് നമ്മൾ ചർച്ച ചെയ്യും. ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആദ്യം കുറച്ചു പുറകോട്ടു പോകണം. വലിയ പ്രതീക്ഷയോടെ തുടങ്ങിയ ഒരു ശാസ്ത്രശാഖയ്ക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? സൈക്കിഡെലിക് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മനസ്സിനെ വെളിപ്പെടുത്തുന്നത് എന്നാണ്. ഇത് പുതിയൊരു കണ്ടുപിടുത്തമൊന്നുമല്ല കേട്ടോ. ആയിരക്കണക്കിന് വർഷങ്ങളായി ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള മനുഷ്യർ അവരുടെ ബോധം വികസിപ്പിക്കാൻ പ്രകൃതിയിലുള്ള ചെടികളും കൂണുകളുമൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇതിന്റെ ഒരു ആധുനിക കാലത്തെ കഥ തുടങ്ങുന്നത് 1943-ലാണ്. ആൽബർട്ട് ഹോഫ്മാൻ എന്നൊരു സ്വിസ് സയന്റിസ്റ്റ് യാദൃശ്ചികമായി LSD അനുഭവിച്ചറിയുന്നു. അതിനുശേഷം 50കളിലും 60കളിലുമൊക്കെ വിഷാദം, ഉത്കണ്ഠ, മദ്യാസക്തി പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇത് പരിഹാരമാകുമോ എന്ന് വലിയ ഗവേഷണങ്ങൾ നടന്നു. നല്ല റിസൾട്ടും കിട്ടി. പക്ഷേ പെട്ടെന്നൊരു ദിവസം 1970-ൽ അമേരിക്കയിൽ വന്ന ഒരൊറ്റ നിയമം ആ പ്രതീക്ഷകളെല്ലാം തല്ലിക്കിടത്തി. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഗവേഷണങ്ങൾ നിർത്തിയത് ശാസ്ത്രീയമായി ഇതിനെന്തെങ്കിലും കുഴപ്പമുള്ളതുകൊണ്ടോ തെളിവില്ലാത്തതുകൊണ്ടോ ആയിരുന്നില്ല, മറിച്ച് തികച്ചും രാഷ്ട്രീയപരവും സാമൂഹികവുമായ കാരണങ്ങൾ കൊണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. ശാസ്ത്രത്തിന് വിലയേറിയ എത്ര പതിറ്റാണ്ടുകളാണ് അതുകൊണ്ട് നഷ്ടമായത്? ഓക്കെ, അപ്പൊ ചരിത്രം അവിടെ നിൽക്കട്ടെ. നമുക്കിനി ഇതിന്റെ സയൻസിലേക്ക് കടക്കാം. ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ച് ഈ വസ്തുക്കൾ നമ്മുടെ തലച്ചോറിനകത്ത് എന്താണ് ചെയ്യുന്നതെന്ന് കൃത്യമായി കാണാൻ സാധിക്കും. നമ്മുടെയൊക്കെ തലച്ചോറിനകത്ത് ഡീഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ DMN എന്നൊരു ഭാഗമുണ്ട്. നമ്മുടെ ഞാൻ എന്ന ബോധമില്ലേ, നമ്മുടെ ഈഗോ, അതിൻ്റെയൊക്കെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് ആണെന്ന് പറയാം. നമ്മൾ വെറുതെ ഇരുന്ന് ഓരോന്ന് ആലോചിക്കില്ലേ, കഴിഞ്ഞുപോലെ കാര്യങ്ങളും വരാനിരിക്കുന്ന കാര്യങ്ങളുമൊക്കെ. ആ സമയത്ത് ഈ നെറ്റ്വർക്ക് ഭയങ്കര ആക്റ്റീവായിരിക്കും. സൈക്കഡെലിക്സ് എടുക്കുമ്പോൾ തലച്ചോറിൽ എന്തോ വലിയ കോലാഹലങ്ങൾ നടക്കുമെന്നായിരുന്നു ശാസ്ത്രജ്ഞരാദ്യം വിചാരിച്ചത്. പക്ഷേ ബ്രെയിൻ സ്കാനുകൾ കാണിച്ചത് നേരെ തിരിച്ചാണ്. ആ സമയത്ത് നമ്മുടെ ഈഗോയുടെ കേന്ദ്രമായ DMN ഏതാണ്ട് പൂർണ്ണമായും നിശബ്ദമാകുന്നു. അതിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, ഇത് വർഷങ്ങളോളം ധ്യാനം പരിശീലിച്ച ഒരാളുടെ തലച്ചോറിന്റെ അവസ്ഥയ്ക്ക് വളരെ സമാനമാണ്. അപ്പോ ഈ പുനഃക്രമീകരണം അല്ലെങ്കിൽ റീവയറിംഗ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ ചിന്തകളെ സ്ഥിരമായി ഒരേ ട്രാക്കിലൂടെ മാത്രം ഓടുന്നൊരു ട്രെയിനായിട്ട് സങ്കൽപ്പിക്കുക. സൈക്കിഡെലിക്സ് വന്ന് ഈ ട്രാക്ക് താൽക്കാലികമായി മാറ്റുന്നു. DMN ഓഫ്ലൈൻ ആകുമ്പോൾ തലച്ചോറ് പുതിയ വഴികൾ തേടാൻ നിർബന്ധിതനാകും. അതുവരെ തമ്മിൽ സംസാരിക്കാത്ത തലച്ചോറിന്റെ ഭാഗങ്ങൾ പരസ്പരം വിവരങ്ങൾ കൈമാറാൻ തുടങ്ങും. ഇതിലെ ഏറ്റവും അവിശ്വസനീയമായ കാര്യം എന്താണെന്നറിയാമോ? മാജിക് മഷ്റൂമിലെ മാജിക് ഉണ്ടാക്കുന്ന സിലോസിൻ എന്ന തന്മാത്ര നമ്മുടെ തലച്ചോറിലെ സന്തോഷത്തിനും സംതൃപ്തിക്കും കാരണമാകുന്ന സെറട്ടോണിൻ എന്ന തന്മാത്രയുടെ ഒരു ഫോട്ടോകോപ്പി പോലെയാണ്. പ്രകൃതിയിലുള്ള ഒരു വസ്തു നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ഒന്നിനോട് ഇത്രയേറെ സാമ്യം കാണിക്കുന്നത് ശരിക്കും അത്ഭുതം തന്നെയല്ലേ? അപ്പോ സയൻസൊക്കെ കൊള്ളാം, പക്ഷേ ഇത് അനുഭവിക്കുന്ന ഒരാൾക്ക് ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ആളുകൾ സാധാരണയായി ട്രിപ്പ് എന്ന് വിളിക്കുന്ന ആ യാത്രയുടെ ഉള്ളിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഇതനുഭവിച്ച പലരും ഒരേപോലെ പറയുന്ന ഒരു കാര്യമാണിത്. ഇതൊരു വെറും ഹാലുസിനേഷനോ സ്വപ്നമോ അല്ല. പലർക്കും അവരുടെ ജീവിതത്തിലെ മറ്റേത് അനുഭവത്തേക്കാളും കൂടുതൽ യാഥാർത്ഥ്യമായി തോന്നുന്ന ഒന്നായി ഇത് മാറുന്നു. ഈ അനുഭവങ്ങൾ വാക്കുകളിൽ ഒതുക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഞാൻ എന്ന ചിന്തയില്ലാതായി, എല്ലാം ഒന്നാണെന്നൊരു തോന്നൽ വരും. കണ്ണടച്ചാലും തുറന്നാലും അസാധാരണമായ നിറങ്ങളും ഡിസൈനുകളും കാണും. സമയം പോകുന്നതറിയില്ല. ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ഒളിപ്പിച്ചുവെച്ച ഓർമ്മകളും പേടികളുമൊക്കെ ചിലപ്പോൾ പുറത്തുവരും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉപബോധ മനസ്സിലേക്കുള്ളൊരു തീവ്രമായ യാത്രയാണിത്.
2006 ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിൽ നടന്നൊരു പഠനത്തിലെ ഈ ഒരു കണക്ക് കേട്ടാ മതി ഇതിന്റെ ആഴം മനസ്സിലാക്കാൻ. 1/3 പേർക്ക് ഇതവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മീയ അനുഭവമായിരുന്നു. അത്രയ്ക്ക് ശക്തമാണിത്. ഇവയെ മറ്റ് ലഹരി വസ്തുക്കളുമായി താരതമ്യം ചെയ്യാനേ പറ്റില്ല. അതിന് വളരെ പ്രധാനപ്പെട്ടൊരു വ്യത്യാസമുണ്ട്. കൊക്കെയ്ൻ കൊടുത്താൽ ഒരു എലി മരിക്കുന്നതുവരെ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. എന്നാൽ LSD കൊടുത്താലോ എലി ഒരു തവണ ഉപയോഗിക്കും, പിന്നെ അതിന് താൽപ്പര്യം കാണിക്കില്ല. അതായത് ഇവ അടിമത്തം ഉണ്ടാക്കുന്നില്ലെന്ന് മാത്രമല്ല, അടിമത്തം ഇല്ലാതാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ശരി, ഇനി നമുക്ക് ഭാവിയിലേക്ക് നോക്കാം. ഈ ശാസ്ത്രീയ കണ്ടെത്തലുകളും വ്യക്തിപരമായ അനുഭവങ്ങളും മാനസികാരോഗ്യ രംഗത്ത് എങ്ങനെയാണ് ഒരു പുതിയ വിപ്ലവം കൊണ്ടുവരാൻ പോകുന്നത്? ലോകം മുഴുവൻ ഒരു വലിയ ആരോഗ്യ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. നിലവിലുള്ള മരുന്നുകൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അമേരിക്കയിൽ മാത്രം 10-ൽ ഒരാൾക്ക് വിഷാദരോഗമുണ്ട്. നമുക്ക് പുതിയ വഴികൾ കണ്ടുപിടിച്ചേ പറ്റൂ. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നഷ്ടപ്പെട്ടുപോയ ആ ഗവേഷണങ്ങൾ ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഇപ്പോൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയാണ്. സ്വകാര്യ സ്ഥാപനങ്ങളുടെയും യൂണിവേഴ്സിറ്റികളുടെയും പിന്തുണയോടെ നടക്കുന്ന പഠനങ്ങൾ വിഷാദം, ആസക്തി, മരണഭയം തുടങ്ങിയവയുടെ ചികിത്സയിൽ അത്ഭുതകരമായ ഫലങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വിശകലനത്തിന്റെ അവസാനം ഈയൊരു ചോദ്യം ബാക്കിയാവുകയാണ്. ഇത് കുറച്ച് രാസവസ്തുക്കൾക്കെതിരെയുള്ള ഒരു യുദ്ധം മാത്രമാണോ? അതോ മനുഷ്യന്റെ ബോധത്തിന്റെ സാധ്യതകളെ തന്നെ നിയന്ത്രിക്കാനും അടിച്ചമർത്താനുമുള്ളൊരു ശ്രമമാണോ ഇതിന് പിന്നിൽ നടക്കുന്നത്? ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.